ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും ഇടിയപ്പമാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തക്കാളി, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് എരിവെള്ളം, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇടിയപ്പത്തിന് വേണ്ട മാവ് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് കുഴയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിയെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു തവിയുടെ പിടി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂടോടെ തന്നെ കുഴച്ച് എടുത്ത് വയ്ക്കുക. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ മാവ് അച്ചിലിട്ട് കറക്കി ഞാൻ ഓരോരോ കള്ളിയിലായിട്ടാണ് കൈകൊണ്ട് പൊട്ടിച്ചിടും. പുള്ളി ഉണ്ടാക്കിയപ്പോൾ ഒറ്റ റൗണ്ടായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇനി അത് ആവി കയറ്റിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. ഇനി നമ്മുടെ ഗ്രീൻ പീസ് അപ്പത്തേനും വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഒന്ന് താളിച്ചും കൂടി ഒഴിച്ചാൽ കറി റെഡിയായി. ഇപ്പോഴേക്കിത് ഇടിയപ്പം വെന്തിട്ടുണ്ട്. അത് ഒരു കാസറോളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുണ്ടോ, അങ്ങനെ നമ്മളിപ്പോൾ ഇടിയപ്പം വിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഒറ്റ ഇടിക്കാൻ എനിക്ക് എടുക്കാൻ പറ്റി. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചിട്ട് വയ്ക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണിക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പട്ടാണിക്കടല ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം ബാക്കിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഗ്രീൻ പീസ് കറി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയും ഇടിയപ്പവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.